നമസ്കാരം. വിശുദ്ധ ബൈബിളിലെ ജന്തുജാലങ്ങളിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മലങ്കാക്കയാണ്. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 11-ാം വാക്യമാണിത്. സിയോൻ ദേശം ജനങ്ങളുടെ അകൃത്യ നിമിത്തം ദൈവകോപത്താൽ പാഴും ശൂന്യവുമായി തീർന്നു. ഇത് പ്രവചിക്കുന്ന സന്ദർഭമാണ് ഈ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിർജ്ജന പ്രദേശത്ത് കാണുന്ന ജീവികളോടൊപ്പമാണ് മലങ്കാക്കയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിഭയങ്കരമായ മഹാപ്രളയത്തിൽ ഒഴുകി നടന്ന നോഹയുടെ പെട്ടകം മഴ ശമിച്ച ശേഷം ആരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഭൂമിയിലെ ജലനിരപ്പ് എത്രമാത്രം കുറഞ്ഞുവെന്നറിയാൻ നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നു. ഒരു